السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. صدق الله العلي العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: أول من يدعى إلى الجنة الحمادون الذين يحمدون على السراء والضراء. صدق رسول الله المصطفى الأمين. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമളാനിന്റെ 27ാമത്തെ ദിവസത്തിലാണ് നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ നേടിയ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളോട് സംസാരിക്കുന്നത് ആദ്യമായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നവർ എന്ന വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കൊണ്ട് അല്ലാഹു തആല നമ്മെ പരീക്ഷിക്കും. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഭയപ്പാടുകൊണ്ടും അതുപോലെ തന്നെ വിശപ്പ് കൊണ്ടും പട്ടിണി കൊണ്ടും സാമ്പത്തികമായ ശോഷണം കൊണ്ടും ശാരീരികമായ അവശതകൾ കൊണ്ടും നമ്മുടെ കൃഷികാര്യങ്ങളിലുള്ള ശോഷണങ്ങൾ കൊണ്ടും ഒക്കെ ഒരുപാട് രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. പക്ഷെ അവിടെയൊക്കെ ഈ പരീക്ഷണങ്ങളൊക്കെ കടന്നു വരുമ്പോഴും വബശ്ശിരി സ്വാബിരീൻ, ഖുർആൻ പറഞ്ഞതുപോലെ ക്ഷമാശീലന്മാർക്ക് ആണ് സന്തോഷം, അല്ലെങ്കിൽ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നതുപോലെ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ കടന്നു വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ കടന്നു വന്നാലും അവൻ അല്ലാഹുവിൽ നിന്ന് വരുന്നതാണെന്ന് കൃത്യമായ അവന്റെ വിശ്വാസവും അവന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വളരെ സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങിക്കൊണ്ട് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതുപോലെ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബാ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, അവന്റെ സാമ്പത്തികമായ നഷ്ടങ്ങൾ, കച്ചവടത്തിന്റെ പരാജയങ്ങൾ, അവന്റെ രോഗം, അവന്റെ ഭാര്യയുടെ രോഗം, അവന്റെ മക്കളുടെ രോഗം, അവന്റെ മക്കളുടെ മരണം എന്ന് വേണ്ട കൂട്ടുകുടുംബാദികളുടെ മരണം, അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ റബ്ബേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ,
അല്ലാഹു നീയാണ് എനിക്ക് നൽകിയത്, ഇതൊക്കെ നിന്റെ അടുക്കലേക്ക് തന്നെയാണ് മടക്കം, എന്റെ മടക്കവും നിന്റെ അടുക്കലേക്ക് തന്നെയാണ് എന്ന ഏറ്റവും സന്തോഷകരമായ മറുപടി പറയുന്നവനാണ് വിജയമുണ്ടാകുന്നത്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ആ സൗഭാഗ്യവാന്മാർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു നൽകും. വറഹ്മത്തുൻ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നൽകും. അല്ലാഹുവിന്റെ സർവ്വ ഗുണങ്ങളും ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുമത്രേ. അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു തആല അവന് നൽകുമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത് നമ്മുടെ പ്രതിസന്ധികൾ നമുക്ക് കരകയറാനുള്ള ഏറ്റവും ഉത്തമമായ മരുന്നാണ്. അത് ഒരാൾ മരിക്കുമ്പോൾ മാത്രം പറയാനുള്ളതല്ല. ഒരു വിശ്വാസിയുടെ എന്ത് ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. ഒരു മുസീബത്ത് ബാധിക്കുമ്പോ, ഒന്ന് കറണ്ട് പോകുമ്പോ അവൻ പറയട്ടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവന്റെ വീട്ടിലെ കോഴി ഒന്ന് ചത്തുപോകുമ്പോ അവൻ പറയട്ടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവൻ എന്തെങ്കിലും വിപത്തുകൾ ബാധിക്കുമ്പോ അവൻ പറയട്ടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവന്റെ സ്ഥാപനങ്ങളും കച്ചവടങ്ങളും തകർന്നടിയുമ്പോൾ അവൻ പറയട്ടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാണ് ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നത്. അവൻ സന്തോഷത്തിലും സന്താപത്തിലും അവൻ അൽഹംദുലില്ലാഹ് പറയുന്നവനാകണം. വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങൾ പറഞ്ഞു, ഒരു വിശ്വാസിയുടെ കാര്യം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യം എത്രയോ അത്ഭുതകരമാണ്. അതൊരു വിശ്വാസിയിൽ മാത്രം ലഭിക്കുന്ന കാര്യമാണ്. അവന് സന്തോഷം വരുമ്പോഴും അവൻ പറയും അൽഹംദുലില്ലാഹ്. അവന്റെ മുന്നിൽ ഒരു ദുഃഖം കടന്നു വരുമ്പോഴും അവൻ പറയും അൽഹംദുലില്ലാഹ്. അങ്ങനെ അൽഹംദുലില്ലാഹ് പറയും. അവനതൊക്കെ ഖൈറായി മാറാറുണ്ട്. അവന്റെ ബുദ്ധിമുട്ടുകൾ അവന് ഖൈറായി മാറുന്നുണ്ട്. അവന്റെ പ്രയാസങ്ങൾ ഖൈറായി മാറുന്നുണ്ട്. മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന വിശുദ്ധമായ ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അവ്വലു മൻ യുദ്ആ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ആദ്യമായി ക്ഷണിക്കപ്പെടുന്നത് ആരാണെന്നറിയോ? അൽ ഹമ്മാദൂന അല്ലദീന യഹ്മിദൂന അലസ്സറാഇ വല്ലറാ. സന്തോഷത്തിലും സന്താപത്തിലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എന്ത് സന്തോഷം വന്നാലും, ആഹ്ലാദം വന്നാലും അൽഹംദുലില്ലാഹ് 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 എന്ന് രാപ്പകലുകളിൽ പറഞ്ഞു പറയുന്ന, രാപ്പകലുകളിൽ അവൻ പറഞ്ഞു തീർക്കുന്ന എത്രയോ സത്യവിശ്വാസികളുണ്ട്. ആ പരീക്ഷണങ്ങൾ കടക്കുമ്പോഴും കടന്നു വരുമ്പോഴും അൽഹംദുലില്ലാഹ് മാത്രം പറയുന്ന മനുഷ്യന്മാരെ, വിശ്വാസികളെ, നിങ്ങളെയാണ് അല്ലാഹു സ്വർഗ്ഗത്തിൽ ആദ്യമായി ക്ഷണിക്കപ്പെടുന്നത് എന്ന് ആ പരീക്ഷണത്തിന്റെ ക്ഷമയുടെ തോതനുസരിച്ച് നിങ്ങൾ പറഞ്ഞ അൽഹംദുലില്ലയുടെ പേരിൽ അല്ലാഹു തആല നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ആദ്യമായി കടത്തിവിടുമെന്ന് ആദ്യമായി ക്ഷണിക്കപ്പെടുന്നത് നിങ്ങളാണെന്ന് മുഖ്ബിറെ സ്വാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്ത് വിഷമം വന്നാലും പ്രയാസം വന്നാലും ആവലാദിയും വേവലാദിയിലും കടന്നു പോകലല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണമായ തൃപ്തിയും പൊരുത്തവും നേടലാണ്. മൻ അസ്ബഹ ഹസീനൻ അലദ് ദുനിയാ അസ്ബഹ സാഖിതൻ അലാ റബ്ബിഹി. പ്രഭാതത്തിൽ ഒരു മനുഷ്യൻ തന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിഷണ്ണനായി വിഷമത്തോടു കൂടി കഴിയുകയാണെങ്കിൽ ആ മനുഷ്യൻ അവൻ റബ്ബിന്റെ കോപത്തിനിരയായി കഴിയുകയാണ്. പ്രഭാതത്തിൽ റബ്ബിന്റെ കോപത്തിന് അവൻ ഇരയാണ്. വമൻ അസ്ബഹ യസ്കൂ മുസീബതൻ നസലതു ബിഹി ഫഇന്നമാ യസ്കുല്ലാഹ്. ഒരു മനുഷ്യൻ ഇങ്ങനെ ആവലാതി തനിക്ക് ബാധിച്ച ആവലാതിയിൽ ഒരു പ്രഭാതത്തിൽ ഒരു മനുഷ്യൻ ആവലാതി പറഞ്ഞുകൊണ്ടേ നടക്കുന്നുണ്ടെന്നാൽ ആ മനുഷ്യൻ ആ വിപത്ത് ഇറങ്ങുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവൻ ആവലാതി പറയേണ്ടത്, അവന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. പ്രശ്നങ്ങൾ അവൻ അവതരിപ്പിക്കേണ്ടത് അല്ലാഹു, നീയാണ് എനിക്ക് നൽകിയത് അൽഹംദുലില്ലാഹ്, നീയാണ് എനിക്കത് നൽകിയത് തമ്പുരാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് സത്യവിശ്വാസിയായ മനുഷ്യൻ പറയേണ്ടത് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബാ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് മുസീബത്ത് വന്നാലും അത് ആരോടും പറയാതെ, ആരോടും അതിനെക്കുറിച്ച് ഒരു വിഷമം പറയാതെ, ഒരു പനി വന്നാലും വലിയ രോഗം വന്നാലും
അല്ലാഹു അൽഹംദുലില്ലാഹ്, അല്ലാഹു എനിക്ക് നൽകിയത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹു എനിക്ക് നൽകിയതാണ്. ഇതാണ് വിശ്വാസത്തിന്റെ, പത്തരമാറ്റിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ പ്രതിഫലത്തിന് അർഹമാകുന്ന ഈമാൻ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണ്ണ ഈമാൻ അല്ലാഹു തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതത്തിൽ കച്ചവടമുണ്ടോ? കച്ചവടം ഒരുപക്ഷേ കടയിൽ കച്ചവടം കുറവായിരിക്കും, എന്നാലും അൽഹംദുലില്ലാഹ്. സ്വാഭാവികമായും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും എങ്ങനെയൊക്കെ ഉണ്ട് ജീവിതം. പലരും പറയാറുണ്ട് തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ വല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. കച്ചവട സ്ഥാപനത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് കച്ചവടം? വളരെ മോശമാണ്, കച്ചവടമൊന്നുമില്ല. പക്ഷേ വിശ്വാസി എന്താ പറയേണ്ടത്? കച്ചവടം ഉണ്ടായാലും ഇല്ല എങ്കിലും അൽഹംദുലില്ലാഹ്. സുഖമാണോ എന്ന് ചോദിക്കുമ്പോ സുഖമില്ല എന്നല്ല പറയേണ്ടത്, അൽഹംദുലില്ലാഹ് സുഖം. ഇതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഇങ്ങനെ അൽഹംദുലില്ലാഹ് പറയുന്നതിലൂടെ നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടൊരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ അൽഹംദുലില്ലാഹ് പറയുമ്പോൾ അൽഹംദുലില്ലാഹയുടെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹം അവന് അല്ലാഹു തആല നൽകും. അവന്റെ സ്ഥാപനങ്ങളിൽ അല്ലാഹു ബറക്കത്ത് നൽകും, അവന്റെ ആരോഗ്യത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും, അവന്റെ കുടുംബത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകും. അതാണ് അൽഹംദുലില്ലാഹയുടെയുള്ള നേട്ടം എന്ന് പറയുന്നത്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പരിപൂർണമായ ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നമുക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമദാന്റെ ഓരോ രാപ്പകലുകളും അല്ലാഹു നമുക്ക് അനുകൂലമായി സാക്ഷിയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.